യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വൈദികൻ്റെ ഒരു ക്ലാസ് ഞാൻ കേട്ടു. അപ്പോൾ അതെനിക്ക് കേട്ടപ്പം എനിക്കത് നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്കൊരാഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നേക്കണത്. ആ അച്ഛൻ്റെ പേര് ജോൺസൺ ചെരുവുകാല എന്നാണ്. അത് ഒരു ബ്രദർ ഡസ്റ്റിൻ്റെ ചാനലിൽ നിന്നാണ് അത് കേൾക്കാനിടയായത്. എന്ത് പക്കയാണെന്നറിയുമോ? ഞാൻ നിങ്ങളോടൊക്കെ ഇത് പറയുമ്പം നിങ്ങളതെന്നെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നൊരു ഭാഗമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ കാര്യം പറയുന്നുണ്ട്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് വെറുതെ വലിയ പാണ്ഡിത്യമോ അല്ലെങ്കിൽ പഠനമൊന്നും എനിക്കില്ല. ഞാൻ യോഹന്നാന്റെ സുവിശേഷം 8:40 കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയോ? അതായത് യേശു പറഞ്ഞ ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ട കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കി. അപ്പോൾ എനിക്കതിനത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നിന്നും ഞാൻ കേട്ട കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇപ്പം അത് വിളിച്ച് പറയുക. ആ വൈദികൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇല്ലേ? നിങ്ങളത് പലരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിങ്ങനെ ബൈബിളായിട്ടൊന്നും എനിക്ക് വലിയ പഠനമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അത് യേശു എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഇതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും വേറെ പാണ്ഡിത്യങ്ങളൊന്നും ഇല്ല. വിളക്കുന്നവരോ അങ്ങോട്ട് അവിടെ ഒരു ഓസ്തിയിൽ ഈശോയുടെ മുഖം പതിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനത് അന്ന് തന്നെ അത് പുറത്ത് വിട്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞു അത് ഈശോയുടെ മുഖമല്ല, അത് ഈശോയുടെ മുഖമല്ല അത്. അപ്പോൾ അന്ന് ഞാനതങ്ങനെ പറഞ്ഞപ്പം കുറേ പേര് എൻ്റെ ഇതിനകത്ത് കയറി എന്താ പറഞ്ഞ്, നിങ്ങൾ പിന്നെ ഈശോയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈശോയെ പരിചയമുണ്ടോ? ഈശോയെ പരിചയമുണ്ട്, ഈശോയെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ലോകത്ത് ഈശോയെ ഒരു പ്രാവശ്യം നേരിട്ട് പക്കയായിട്ട് കാണാനുള്ള ഒരവസരം ഈശോ എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ ഈശോയുടെ മുഖമല്ല അതെന്ന് പറയാൻ കാരണം. ഇന്ന് നമ്മൾ കാണുന്ന പടങ്ങളിലെല്ലാം കാണുന്ന നമ്മുടെ രൂപങ്ങളിലൊന്നും കാണുന്ന ഈശോയുടെ മുഖം അല്ല ഈശോയുടെ മുഖം. ഈശോയുടെ മുഖം വേറെ ഒരു ഷേപ്പാണ്. ഇതിനകത്തും ഇതായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത. അപ്പം ഞാനന്ന് പറഞ്ഞ ഇത് തട്ടിപ്പാണ്, ഇത് വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പം എല്ലാവരും എൻ്റെ പുറത്ത് കയറി ഇല്ലേ? ഞാൻ അന്നും പറഞ്ഞു ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തണം. ഇന്നിപ്പം ആ അച്ഛൻ ജോൺസൺ അച്ഛൻ പറഞ്ഞു, അത് അച്ഛനെ റോമിൽ വെച്ച് തന്നെ പറഞ്ഞു, പിതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഇത് തട്ടിപ്പാണ്, ഇത് പണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, ഇത് ചെയ്യരുത് എന്ന് റോമിൽ വെച്ച് പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ളത് അല്ലേ? പക്ഷേ ജനത്തിന് ഈ കള്ളം മാത്രം അറിഞ്ഞാൽ മതി, അതിനാണ് അവർക്ക് താല്പര്യം. സത്യം ഒരിക്കലും നിങ്ങൾക്ക് സ്വതന്ത്രരാകാൻ അനുവദിക്കില്ല. സത്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഇല്ലേ? ശരിക്കും ക്രിസ്ത്യാനികൾക്ക് സത്യം വേണ്ട, സത്യമല്ല വേണ്ടത് അവർക്ക് ഇതുപോലെയുള്ള ഈ ലൊക്കട വിദ്യകളൊക്കെയാണ് അവർക്ക് ആവശ്യം ഇല്ലേ? ഞാൻ ഈശോയുടെ മുഖം കണ്ടിട്ടുണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് ശരിയല്ല, ഈശോയുടെ രൂപമല്ല, ഈശോയുടെ മുഖമല്ല എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഈശോയെ ഒരു പ്രാവശ്യം കാണാൻ ഈശോ അനുവാദം തന്നിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ഇന്ന് ഈ ലോകത്ത് ഈശോയോട് സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞാനേ ഉണ്ടാവുള്ളൂ. പലരും പറയുന്നുണ്ട് ഈശോനോട് അങ്ങനെ പറഞ്ഞു, ഈശോനോട് ഇങ്ങനെ പറഞ്ഞു, ഈശോനോട് അത് കാണിച്ചു തന്നു. ഇത് ഞാൻ ചോദിക്കണ്ടേ, ഈശോ ഏത് ഭാഷയിലാണ് നിങ്ങളോട് സംസാരിച്ചതെന്ന് പറ. ഈ ലോകത്തുള്ളവർ കേൾക്കട്ടെ, ഈശോ നിങ്ങളോട് സംസാരിച്ച ഭാഷ ഏതാ എന്ന്, ഏത് ലിപിയാന്ന് പറ. അത് പറയത്തില്ല. ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, എന്ത് ഭാഷയാണ് ഈശോ സംസാരിച്ചത്? അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടും. ഞാൻ അഹങ്കാരത്തോട് തന്നെയാണ് പറയുന്നത്. എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹം ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഒരു ആറ് വർഷമായി ഒരു അസുഖമായിട്ടിരിക്കുന്നത്. അതിക്ക് മുമ്പ് ഞാൻ എടുക്കുന്ന ഒരു ഉപവാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. സ്വപ്നം കാണാൻ പറ്റത്തില്ല ആ ഉപവാസം. അത് ഈശോ തരുന്നതാണ്. ഈശോ പറഞ്ഞിട്ട് ഈശോ തരുന്ന സമയമാണ്. 25 ദിവസം, 30 ദിവസം, 40 ദിവസം, 41 ദിവസം, 50 ദിവസം, അങ്ങനെ 5 പ്രാവശ്യം എനിക്ക് ഈശോയോട് കൂടെ ഉപവസിക്കാൻ പറ്റും. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട്, പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആണ് ഇത് ചെയ്യണത്. അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ഉപവാസത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉപവസിക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു ഭക്ഷണം കഴിക്കും. മനസ്സിലല്ലേ? അത് ഉപവാസം തീരുന്ന ദിവസം അത്രയും ഭക്ഷണം വെച്ച് തന്നെ ഞാൻ തുടങ്ങണം. എൻ്റെ ജീവിതം പിന്നെ എൻ്റെ ഭക്ഷണമൊക്കെ അങ്ങനെ തുടങ്ങുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഭക്ഷണം ഞാൻ കഴിക്കണം. നിങ്ങളെക്കൂടെ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഈശോയായിട്ടുള്ള ബന്ധം എനിക്ക് സ്ഥാപിച്ച് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഈശോയോട് സംസാരിക്കുന്നത്. ആഴ്ചയിൽ 5 ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഈ 5 ദിവസവും രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ഈശോയോട് സംസാരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി അതിലേക്കാളൊക്കെ ഉപരി ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന എനിക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ ലോകത്ത് ആരെങ്കിലും ചെയ്ത് കേട്ടിട്ടുണ്ടോ? മരിച്ചു പോയവന് ഉയർപ്പെടുത്തിയ യേശുക്രിസ്തുവിന് ശേഷം മരിച്ചു പോയതിന് പത്രോസ്ലീഹ. അതിനുശേഷം ഈ നൂറ്റാണ്ടിലെ ഈ കാലങ്ങളിൽ മരിച്ചുപോയ ഒരാളെ ഉയർപ്പിച്ചായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉയർപ്പിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടാൻ വഴിയില്ല. പക്ഷേ എങ്കിലും എനിക്ക് ഈശോ ആ ഒരു കൃപ എനിക്ക് തന്നു. എനിക്ക് 3 പേരെ, മരിച്ചുപോയ 3 പേർക്ക് ജീവൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ഒരാളുടെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ വന്നിരുന്നവരുടെ പേരും അഡ്രസ്സും എല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇല്ലാവചനമോ കള്ളത്തരാണെങ്കിലും എനിക്കങ്ങനെ കൂടെ വന്ന ആളുടെ പേരൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അവരെല്ലാം ദൃക്സാക്ഷികളാണ്. മനസ്സിലല്ലേ? അപ്പം അത്രയും ഈശോയായിട്ടൊരു ബന്ധം പുലർത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ രൂപം ഈശോയുടെ അല്ല എന്ന് പറയാനുള്ള കാരണം. ഇത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്നതാണ്. പിന്നെ അച്ഛൻ വേറെ കാര്യം പറഞ്ഞു, ഇതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒരു വിശുദ്ധൻ എന്ന് പറയുന്ന ഒരാളുടെയും മുമ്പിൽ നമ്മൾ വണങ്ങാൻ പാടില്ല. അവരൊന്നും യാഥാർത്ഥ്യത്തിൽ സത്യത്തിൽ അതൊരു വിശുദ്ധരെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ വിശുദ്ധനാവുന്നത്, അല്ലാണ്ട് മരിച്ചു കഴിയുമല്ല. ജീവിച്ചിരിക്കുന്നവർ, അതിൻ്റെ വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ്. അതാണ് വിശുദ്ധർ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധർ. മരിച്ച് നമ്മൾ എങ്ങോട്ട് പോകണമെന്നോ നമ്മുടെ ആത്മാവിൽ എന്ത് സംഭവിക്കുന്നോ ഒന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആർക്കും അറിയാൻ പറ്റില്ല. ആരും ഇന്നേരെ പോയി തിരിച്ചു വന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് വിശുദ്ധനാണെന്നറിയണേ? ഇപ്പം മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ അവർ വിശുദ്ധയായിരുന്നു. പക്ഷെ അവർ മരിച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അത് വിശുദ്ധ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇല്ലേ? അങ്ങനെ ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെയൊക്കെ പേരിൽ ഈ വിശുദ്ധരെന്ന് പറയുന്ന അങ്ങനെ പറയുന്നവരൊക്കെ അവരുടെ പേരിൽ നേർച്ച ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പാച്ചോറ് നേർച്ച, ഭക്ഷണം നേർച്ച, എന്തൊക്കെ നേർച്ചകളാണ്? അതൊന്നും ചെയ്യരുത്. അതൊന്നും പാടില്ല. നമ്മുടെ പഠനവും നമ്മുടെ ജീവിതവും
നമ്മുടെ ലക്ഷ്യമല്ല യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലാണ് നമ്മുടെ ലക്ഷ്യം. യേശു ക്രിസ്തുവിലാണ് നമ്മുടെ സർവ്വതും ഇരിക്കുന്നത്. ആ യേശു ക്രിസ്തുവിന് ഔട്ടായില്ലേ? ആ യേശു ക്രിസ്തുവിൽ നിന്ന് ആരെങ്കിലും എടുക്കുന്നുണ്ടോ? പള്ളിയിൽ പോകും, അവിടെ ചെന്നുകൊണ്ട് സകല അച്ഛൻ പറഞ്ഞത് സത്യമാണ്. അതായത് ചെല്ലുക, സകല മാതാവിനെയും പുണ്യാളന്മാരെ എല്ലാം തൊട്ടുമുത്തിക്കൊണ്ട് പോരുക. കർത്താവ് അവിടെ കിടക്കുക, ഈശോ അവിടെ കിടക്കുക, നമ്മുടെ രക്ഷകനായ ഈശോ അവിടെ കിടക്കുക. തൊടത്തില്ല, കാണത്തില്ല, ആവശ്യമില്ല. ഇല്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ട് നോക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞ അച്ഛനത് പറഞ്ഞ കാരണമാണ് ഞാനിത് ചെയ്യാമെന്ന് വെച്ചിരുന്നത്. ഇല്ലേ? എന്താ ഇന്ന് പരിശുദ്ധ അമ്മ, ഞാൻ എൻ്റെ ധ്യാനത്തിന് 6 മണിക്കൂർ ആ ഒരു ക്ലാസ് ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയെക്കുറിച്ച്. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് എതിരൊന്നുമല്ല, പക്ഷേ ഈശോ ആയിട്ടുള്ള ഇതിൽ എനിക്ക് തന്ന ആ വെളിപ്പെടുത്തൽ കൊണ്ടാണ് ഞാൻ പരിശുദ്ധമ്മ എങ്ങും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയണം. അല്ലാണ്ട് എനിക്ക് പറയാൻ എനിക്ക് എന്ത് അധികാരമുണ്ട്? എനിക്ക് എന്ത് വോയിസ് ഉണ്ട് പറയാനായിട്ട്? ലോകം മുഴുവൻ, സഭയും ലോകവും മുഴുവനും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഇതെന്തിനാ പറയുന്നത്? ഇപ്പോൾ ഈ കൃപാസനത്തിൽ അച്ഛനെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധമ്മേനെ കണ്ടു, സംസാരിച്ചു. കള്ളത്തരല്ലേ ഇത് പറയണേ? ഞാൻ അന്ന് പറഞ്ഞത് പച്ചക്കള്ള അവന്നുണ്ട്. അതൊന്നും ഇല്ല, ഈശോ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇല്ല എന്നാണ് ഈശോ തന്നെ പറയുന്നത്. പിന്നെ ഇദ്ദേഹം എവിടെ കണ്ടേ? ആരെ കണ്ടേ? പരിശുദ്ധമ്മ അങ്ങേര് വന്ന് സംസാരിച്ചു. കഷ്ടം, എന്ത് നുണയെ പറയണമെന്നറിയോ? ഇതൊക്കെ നമ്മുടെ സഭയുടെ അടിത്തറ പൊളിഞ്ഞു പോണ്. എന്നിട്ട് ഒരു ഉടമ്പടി, എന്തുടമ്പടി? അത് തെറ്റാണ്. ഇന്ന് ജോൺസൺ അച്ഛൻ പറയുന്നുണ്ട് ഉടമ്പടി ഇല്ല. ഇത് മാതാവിൻ്റെ പേരിൽ ഉടമ്പടി. ഉപ്പ്, കല്ല്, മുളക്, വെളിച്ചെണ്ണ എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. എന്നിട്ട് സാക്ഷ്യങ്ങൾ എന്തിനാ? ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിക്കോട്ടെ, അതൊന്നും നാം എതിരില്ല. എന്തിനാ സാക്ഷ്യം? ഞങ്ങളുടെ ഇവിടെ ധ്യാനത്തിന് എത്രയോ പേര് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. നമ്മൾ ജയിക്കത്തില്ല. സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റവർ കാണിച്ചു കൊടുക്കുക, അതാണ് സാക്ഷ്യം. അതാണ് കർത്താവിൻ്റെ സാക്ഷ്യം. ഇത് ചുമ്മാ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയുക. പരീക്ഷ എഴുതിയപ്പം കാശുരൂപം വെച്ച് ഓടി, ഇൻ്റർവ്യൂവിന് വന്നപ്പം കൊന്ത ഓടി, പരീക്ഷ കഴിഞ്ഞപ്പം ഉപ്പ് കൊണ്ട് പ്രാർത്ഥിച്ചു, ഉപ്പ് കൊണ്ട് വെച്ച് പരീക്ഷ എഴുതി, പത്രം കലക്കി കുടിച്ച് രോഗം മാറി. എന്താണ് ഈ ക്രൈസ്തവ സഭയുടെ പോക്കെങ്ങോട്ടാ? ക്രൈസ്തവ സഭേനെ താറടിച്ച് കളിക്കല്ലേ? ക്രൈസ്തവ സഭയെ ഒന്നുമല്ല ഉണ്ടാക്കി കളയല്ലേ? ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ പാവം, അത് ഒരു രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയും യേശുപിതാവും കൂടിയാണ് ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയത്. അല്ലാണ്ട് പരിശുദ്ധമ്മ മാത്രമല്ല. ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കാൻ എടുത്തത് പരിശുദ്ധമ്മ മാത്രമല്ല, അത് യേശുപിതാവിൻ്റെ കൂടി പങ്കുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ യേശുപിതാവ് എവിടെ? യേശുപിതാവ് ഏതെങ്കിലും പള്ളിയുടെ മൂലക്ക ഡംപ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ വെച്ചിട്ടുണ്ടാവും. മാതാവിനെയാണ് എല്ലാവരും ബുക്കിന് എടുക്കണത്. അത് തെറ്റത്. ഞാൻ കണ്ടിട്ടുണ്ട് പള്ളിയൊക്കെ ചെല്ലുമ്പം ഓരോരുത്തർ വന്ന് മാതാവിനെ തൊട്ട് കുത്തിയിട്ടാൽ പിന്നെ പള്ളിയുടെ കുർബാനയിലേക്ക് പിന്നെ സമ്മതിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ തെറ്റല്ലേ? ഇതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞപ്പം ബഹളം വെച്ചു. അച്ഛൻ പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് അത് പറ. ഞാൻ പറഞ്ഞ് തെറ്റാണെന്ന് ഇപ്പം ശരിയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ പറയുമ്പോൾ. ഇല്ലേ? ഒരു പള്ളിയിൽ വരിക. പള്ളിയിൽ വന്നതിനാ? എന്തിനാ ബലി അർപ്പിക്കാൻ വരണേ? എന്തിനാ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരണേ? എന്തിനാ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ വരണേ? ആ വിശുദ്ധ കുർബാന ആരെങ്കിലും യോഗ്യത കഴിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ അറിവിൽ ഈ ലോകത്ത്, ഇങ്ങനെ തന്നെ പറയും, എൻ്റെ അറിവിൽ ഈ ലോകത്ത് ആകെ 3 പേര് മാത്രമേ വിശുദ്ധ കുർബാന യോഗ്യതയോട് കഴിക്കുക. അത് 3 കോതമംഗലം രൂപയല്ല, കരിമണ്ണൂർ ഇടവകയിലുള്ള 3 പേരാണ്.
അവർ മാത്രമേ വിശുദ്ധ കുർബാന യോഗ്യതയോടെ കഴിക്കുന്നുള്ളൂ, സ്വീകരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചുമ്മാ വെറുതെ നാക്ക് നീട്ടി പഠിച്ചിട്ട് പോണതാണ്. ഇതൊക്കെ ഇനി എന്ന് തിരുത്തും, എന്ന് മാറി വരും. എന്തോരം യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ വൈദ്യരുണ്ട് വിശുദ്ധ കുർബാനയെക്കുറിച്ച്. പക്ഷേ ഇന്ന് വരെ ഒരാളും വിശുദ്ധ കുർബാന എങ്ങനെ യോഗ്യതയോടെ ഭക്ഷിക്കാം എന്നുള്ള കാര്യത്തിന് ഒരു ക്ലാസ്സുകളും എടുത്തിട്ടില്ല. അവർക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ പറയാം, ഞാൻ അവരെ കുറ്റം തന്നെ പറയാം, അതായത് താഴ്ത്തി തന്നെ പറയാം, അവർക്കറിയത്തില്ല അത് പറയാൻ. 1 കൊരിന്ത്യസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു, അല്ലേ? അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ, അല്ലേ? ആരാ യോഗ്യതയോടെ ഇത് ഭക്ഷിക്കണേ? അറിയാവോ? ഇതെങ്ങനെ യോഗ്യത ഉണ്ടാകണമെന്ന് അറിയാവോ? അറിയത്തില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന്, അതിൻ്റെയുള്ള യോഗ്യത എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതല്ലേ, ആർക്കും അറിയത്തില്ല. ഈശോയാണ് എന്നെ പഠിപ്പിച്ചത്. ഈശോയാണ് എന്നെ അത് യോഗ്യതയോടെ എങ്ങനെ ഭക്ഷിക്കാം എന്നുള്ളത് ഈശോ പറഞ്ഞാണ്. ഞാൻ എന്നിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊന്നും ആർക്കും വേണ്ട. കാരണം അത് സത്യമല്ല വേണ്ടത്. സത്യത്തിനെതിരാണ് എല്ലാവർക്കും വേണ്ടത്. കാരണം അച്ഛൻ പറഞ്ഞ പോലെ സാത്താൻ കയറി അങ്ങോട്ട് വിളയാടിയിരിക്കുക. എനിക്കത് സത്യം പറഞ്ഞ് ചിരി വന്നു. ഞാനത് 2-3 പ്രാവശ്യം കേട്ട അച്ഛൻ പറഞ്ഞത്. സാത്താൻ കയറി അങ്ങോട്ട് പെരുമാറിയിരിക്കുക ഓരോരുത്തരുടെ മേത്തേക്ക്. ആ വിശുദ്ധ കുർബാനയെ ഇല്ലാണ്ടാക്കി കളഞ്ഞ, നശിപ്പിച്ചു കളഞ്ഞ. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അത് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അത് വെറും ഗോതമ്പപ്പല്ലേ, വെറും ഗോതമ്പപ്പാ. എന്ത് മനസ്സിലാക്കും ഇനി? ഇനി ഇതിനെക്കുറിച്ച് അറിയണേ? എനിക്കറിയത്തില്ല. എല്ലാവരും വലിയ ഭക്തിയോടുകൂടി, ചിലപ്പോൾ എനിക്ക് സങ്കടം വരും, പള്ളിയിലേക്ക് സങ്കടം, ചിലപ്പോൾ ചിരിയും വരും. കാരണം ആ വിശുദ്ധ കുർബാന പോയി അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ദൈവം തോറ്റുപോകും. അതേ ഭക്തിയിലാണ്. പിന്നെ ഇത് സ്വീകരിച്ചതുകൊണ്ട് ചിലർക്ക് ചില അഭ്യാസങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല. കാരണം അത് വെറും ഗോതമ്പപ്പമാണ് നിങ്ങൾ വൈകി കഴിക്കണേ. അതിന് യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഫലപ്രദമാവുള്ളൂ, ഇല്ലേ? നോക്കി, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതിന് മുമ്പ് ഞാൻ ഒരു കാരണത്തിന് ഈ ഗോതമ്പപ്പം ആരാധനയ്ക്ക് വയ്ക്കും, ഇല്ലേ? എന്താ അതിനകത്ത് അർത്ഥമുള്ളത്? അതും അച്ഛൻ പറയുന്നുണ്ട്. അതിനകത്തൊന്നുമില്ല. അത് ഞാൻ പറയണ ആരാധനയ്ക്ക് അതിനകത്തൊന്നുമില്ല. അത് വെറും ഗോതമ്പപ്പ. നിത്യാരാധന. ആ നേരം ആ കർത്താവിൻ്റെ കുരിശിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ പോയി ഒരു അരമണിക്കൂർ ഇരുന്നാൽ നിങ്ങളുടെ പ്രശ്നം തീരാന്നേ ഉള്ളൂ. ഞാൻ ഇന്നാളൊരു വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ നിങ്ങൾ 1 മണിക്കൂർ ഈശോയുടെ മുമ്പിൽ പോയി സ്വസ്ഥമായി ശാന്തമായിരിക്കുക, ആ മുഖത്ത് നോക്കിയിരിക്കുക. നിങ്ങൾ ഒരക്ഷരം മിണ്ടണ്ട. എന്നിട്ട് വിശുദ്ധ കുർബാന ആരാധനയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന തലേ കുത്തി മറിയണം എഴുതരുത്. അതിൻ്റെ സത്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? ദൈവവചനം വായിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം എന്ന് പറഞ്ഞത് അത് യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്, അല്ലേ? അതായത് യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ.
അല്ലേ? ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി, അതായത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല. അന്ന് ക്രിസ്ത്യാനി ഇല്ല. ഈശോ അത് സ്ഥാപിക്കുമ്പം ഈശോ അത് ശിഷ്യന്മാർക്കും ക്രിസ്ത്യാനി എന്നൊരു പദമില്ല. അത് എല്ലാ മനുഷ്യർക്കും, ക്രിസ്ത്യാനികൾക്കല്ല, സർവ്വ മനുഷ്യർക്കും ഉള്ളതാണ്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ ക്രിസ്ത്യാനിക്ക് എതിരല്ല, ഞാൻ സഭയ്ക്ക് എതിരല്ല, ഞാൻ സഭാവിശ്വാസങ്ങൾക്കെതിരല്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഞാൻ പരിശുദ്ധമ്മയ്ക്ക് എതിരല്ല. ഞാനിപ്പം അടുത്ത ദിവസം ചെയ്യേണ്ട പരിശുദ്ധമ്മയുടെ ഒരു ക്ലാസ്, ഒരു ഇത് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് പരിശുദ്ധമ്മയുടെ അവസ്ഥ, പാവം, അതിൻ്റെ അവസ്ഥ. പാവം അതിപ്പോൾ കിടന്ന് ശരിക്കും വേദനിക്കുകയായിരിക്കും അതിൻ്റെ ആത്മാവ്. അപ്പം ഇതാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ യോഗ്യത, അത് വെറുതെ മേടിച്ച് കഴിക്കുകയല്ല ചെയ്തത്. ശിഷ്യന്മാർ അത് യോഗ്യതയോടുകൂടിയാണ് കഴിച്ചത്. ആ യോഗ്യതയാണ് ഈ 1 കൊറിന്തോസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം വെറുതെ വന്നുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല, സ്വീകരിക്കുകയും ചെയ്യരുത്. അതിന് ഒരുങ്ങണം. അത് ഒരുങ്ങി അത്രയും പവിത്രമായ അവസ്ഥയിൽ മാത്രമേ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് നമുക്ക് അതിന് യോഗ്യത ഉണ്ടാവണേ. അല്ലാണ്ട് യോഗ്യത ഉണ്ടാവില്ല. വെറുതെ പോയി നിത്യാരാധന ചാപ്പലിലോ ആരാധനയ്ക്ക് എഴുന്നള്ളിക്കുന്നിടത്ത് പോയിരുന്ന് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അത് തീർത്തും പറയാം അല്ലേ? ഇനി ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. നിങ്ങൾ ഇത്രയും ഭക്തിയോടുകൂടിയും ഇത്രയും ഇതോടുകൂടിയെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, ബലി അർപ്പിക്കുന്ന വൈദികരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ബലി തുടങ്ങിയതുപോലെ ആ ബലി തീരുന്നവരെ പല വിചാരം കൂടാതെ നിന്ന് പങ്കെടുക്കാൻ സാധിക്കുമോ? ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഈശോയുടെ ബലിയിൽ പങ്കെടുക്കാൻ, പല വിചാരം കൂടാതെ നിന്ന് പങ്കെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇനി ഞാനൊരു പല അച്ഛന്മാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ ആ ബലിയിലും അച്ഛന് അതായത് പല വിചാരം കൂടാതെ ആ ബലി അർപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ചില അച്ഛൻ ആദ്യം ചിലവർ പറയുന്നത്, ഞങ്ങൾക്ക് പല വിചാരമില്ല, ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കണേ, ക്രിസ്തുവിനെ തുല്യമെടുക്കണേ. അല്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അച്ഛന്മാർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പല വിചാരം ഉണ്ടാവും, പല വിചാരം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ. ഞാനും ചോദിക്കുന്നു, പല വിചാരം കൂടാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പല വിചാരം കൂടാതെ നിന്ന് ഈ വിശുദ്ധ ബലി പങ്കെടുക്കണം. അപ്പോഴാണ് ആ യോഗ്യതയുടെ ഒരു ഭാഗം അതിനകത്ത് കയറി വരത്തുള്ളൂ. അതല്ലേ? പിന്നെ യോഗ്യത ഉണ്ടാവണമെങ്കിൽ വേറൊരു കാര്യമുണ്ട്. അത് എന്തെങ്കിലും ഈശോ ഇനി നേരിട്ട് പറയാനുള്ള അവസരം ആരെങ്കിലും തന്നാൽ എനിക്ക് കിട്ടിയാൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല. അത് നിങ്ങളോട് നേരിട്ട് പറയണം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അതിന് മറുപടിയും തരണം. എങ്കിലേ നിങ്ങളത് വിശ്വസിക്കുള്ളൂ, എങ്കിലേ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. മനസ്സിലല്ലേ? അല്ലാതെ ചുമ്മാ പോയി കുർബാനയും കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോരരുത്. ഈ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് പല വിചാരം കൂടാതെ ഇത് സ്വീകരിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അതിനൊരു വഴിയുണ്ട്. അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾ കളിയാക്കും. അങ്ങനെ ചെയ്തു നോക്കി, ആ യോഗ്യതയോടുകൂടി ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു നോക്കി. അതൊരു ശക്തിയാണ്. ശക്തി എന്നല്ല, അതൊരു ജീവനാണ്, തുടിക്കുന്ന ജീവനാണ്, തുടിക്കുന്ന ജീവനാണത്. ആ ജീവൻ നമ്മളിലേക്ക് വരണം, ആ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ വിശുദ്ധ കുർബാന യോഗ്യതയിലൂടെ സ്വീകരിക്കണം അല്ലേ? ഞാൻ പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് സത്യത്തിൽ ഇതൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. വേണം നോക്കിയോ, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഈശോയുടെ മുറിയിൽ നിന്ന് പറഞ്ഞേ, ഞാൻ ഈ പോസ്റ്റിന് ഒരു 10 പേരെങ്കിലും ചീത്ത പിന്നെ വിളിക്കും. ഇയാൾ ആരാ, ദൈവമാണോ? ഇയാൾക്ക് ഇങ്ങനെ എന്ത് കഴിവാണുള്ളത്? എൻ്റെ കഴിവിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു തന്നു. എൻ്റെ കഴിവിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടോ? ചീത്ത പറഞ്ഞു.
എനിക്കത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വതന്ത്രരാക്കണം. നിങ്ങൾ സ്വതന്ത്രരാകണം. ഈ അനാവശ്യ സ്ഥലങ്ങളിലൊക്കെ പോയി എന്നാ ഉടമ്പടി വയ്ക്കാനും മെഴുതിരി മേടിച്ചുകൊണ്ട് പോകാനും ഉപ്പ് മേടിക്കാൻ. കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിനകത്ത് ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഈ കൃപാസനത്തിൽ ഒരു തമിഴൻ ലോറി, ഒരു വലിയ ലോറി, നടുക്ക് വീലുള്ള ഒരു വലിയ ലോറിയിലത് ഉപ്പ് കൊണ്ടു നിറക്കണം. എന്ത് കർത്താവേ, ഇത് എന്ത് പാപമാണിത്! ആ പാവം യേശുക്രിസ്തു നിങ്ങളോട് ചെയ്തത്, ആ പരിശുദ്ധമ്മ നിങ്ങളോട് ചെയ്തത് എന്ത് മഹാപാപം നിങ്ങളോട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്രയും വലിയ കോഷ്ടികളല്ലേ കാണിച്ചു കൂട്ടുന്നത്? ഉപ്പ് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനായിട്ട് ഒന്നും പഠിക്കണ്ട, ഒരക്ഷരം പഠിക്കണ്ട, ആ ഉപ്പ് കയ്യിലുണ്ടാകാൻ മാത്രം മതി. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ബൈബിൾ പറഞ്ഞിട്ട് നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുത്. നമ്മൾക്കിവിടെ ആവശ്യമുള്ളത് വിഗ്രഹമാണ്. നമ്മളെ വിഗ്രഹത്തിൻ്റെ പുറകെയാണ്. എന്നിട്ട് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ചെയ്യും. ഇല്ല, ഇതൊന്നും നമ്മുടെ സഭാ തലവന്മാർ, അതായത് പിതാക്കന്മാർ ആരും ഇതിന് ഇതൊന്നും അവസാനിപ്പിക്കാത്തത്. ഇതൊക്കെ തെറ്റാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അല്ലെ പണത്തിന് വേണ്ടി ചെയ്യണ പണിയല്ലേ ഇത്? ശരിക്കും പണത്തിന് വേണ്ടി കച്ചവടമല്ലേ ഇത്? എന്തുകൊണ്ട് കർദിനാളിനൊക്കെ പിടിച്ച് പറയാൻ ഇത് തെറ്റാ, ഇത് പാടില്ല? പരിശുദ്ധ അമ്മേനെ അങ്ങനെ മറ്റ് മതങ്ങളുടെ മുമ്പിൽ താറടിച്ച് കാണിക്കണം, താഴ്ത്തി കെട്ടണം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഇല്ല. ഇതെൻ്റെ തീരുമാനമല്ല, ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല. ഈശോ എന്നോട് പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ അമ്മ ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മ മരിച്ചു പോയതിനു ശേഷം ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഇതേ സംശയം ചോദിക്കുക. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ പൊന്നെ, ഇന്നിപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടില്ലേ, അത് ആത്മാവാണ്. മരിച്ചു പോയ പിന്നെ ആത്മാവ്, അതിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം പൂർവ്വതിൻ്റെ ആ ശക്തിയിലേക്ക് ആ പഴയ ശരീരം സ്വീകരിച്ച് വന്ന് ശിഷ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട്, ശിഷ്യന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട്? ഇത്രയും വിഡ്ഢികളാണ് നമ്മൾ. ഇത്രയും തെളിച്ച് ഈശോ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. മരിച്ചുപോയ ഈശോ ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പം സ്വന്തം ശരീരം സ്വീകരിച്ച് വന്നുകൊണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അതിനുശേഷം ഈശോ വിട്ടുപോയി, സ്വർഗത്തിലേക്ക് വിട്ടുപോയി എന്ന് പറയണേ. പിന്നെ ഇന്ന് വരെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വെറുതെ അങ്ങ് വിടുക. അപ്പോൾ ചോദിക്കും, നിങ്ങളെങ്ങനെ കണ്ടിരുന്നു? ഞാൻ കണ്ടില്ലേ, എൻ്റെ ജീവിതം ഞാൻ അതേപോലെ ആക്കി കൊടുത്തിട്ടാണ് എനിക്ക് കാണിച്ചത്. ഈശോയുടെ ഭാഷ ഞാൻ എല്ലാവരും, എന്ത് ഭാഷയിൽ നിങ്ങളോട് ഈശോ സംസാരിച്ചാൽ ഒന്ന് പറ. ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറ. ഈശോ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരോടും, ഏത് ഭാഷയിലാണ് ഈശോ നിങ്ങളോട് സംസാരിച്ചത്? ഈശോയുടെ മുഖം ഓസ്തിയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റിൽ പറഞ്ഞു അത് ഈശോയുടെ മുഖമല്ല. അത്രയും കർശനമായിട്ട് ഞാനത് പറയണമെങ്കിൽ എനിക്കെന്ത് കഴിവുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടെങ്കിലേ പറയാമുള്ളൂ അത് ഈശോയുടെ മുഖമല്ല എന്ന്. ഞാനല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ ഇത് ഈശോ അല്ല, ഈശോയുടെ മുഖം ഇങ്ങനെയല്ല. അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ നമ്മൾ എന്തിനാ? ഈ സഭയെ തകർക്കാനല്ലേ? സഭയല്ലേ തകർന്നു പോണേ? നമ്മുടെ വിശ്വാസമല്ലേ തകർന്നു പോണേ? നമ്മുടെ വിശ്വാസം തകർന്നു പോണേ. അതുകൊണ്ട് ഇതിനകത്തൊന്നും പോയി ചാടരുതാരും. അച്ഛൻ ഇന്നൊരു പ്രത്യേക കാര്യം പറഞ്ഞു, എല്ലാവരെയും സാത്താൻ പിടിച്ചു, എല്ലാവരെയും സാത്താൻ ഭരിക്കുക. സാത്താൻ്റെ ശക്തിയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ടാണ് യോഗ ഉപ്പും മുളകും മണ്ണെണ്ണയൊക്കെ പ്രാർത്ഥിച്ചു കൊടുത്തു വിടുന്നത്. ഇത് കഷ്ടമാണ് നോക്കിയല്ലേ. എനിക്ക് ഇതേ കൂടുതൽ പറയുന്നുണ്ട്, പക്ഷേ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാത്തതുകൊണ്ട് എനിക്ക് തെറി കേൾക്കുന്നതുകൊണ്ടും വെച്ചിട്ടാണ് ഞാൻ ഇനി കൂടുതലൊന്നും പറയാത്തത്. അതിനെ ശ്രമിച്ച എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ കുർബാന യോഗ്യതയോടെ ഭക്ഷിക്കണം. ആ ദേവാലയത്തിൽ ആ 1/4 മണിക്കൂർ ആ ബലിയർപ്പണം ചെല്ലുമ്പം ആ പല വിചാരം കൂടാതെ അത് ചെയ്യാൻ പരിശ്രമിക്കണം.
അതിന് പങ്കെടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ അച്ഛന്മാരോട് ചോദിക്കുക, എങ്ങനെയാണ് ഇത് യോഗ്യതയോടെ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന്. എങ്ങനെയാണ് ഞങ്ങൾ പല വിചാരം കൂടാതെ ഈ ബലിയിൽ പങ്കെടുക്കാൻ പറ്റുന്നതെന്ന്. എന്നിട്ട് ഓരോരോ അഭ്യാസങ്ങളാണ്. ഈശോയുടെ മുഖം ഓസ്തി തിരിഞ്ഞ് അതിനെ ചോര, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് തേൻ പന്ന്, മാതാവിൻ്റെ കണ്ണിൽ നിന്ന് പാല് പന്ന്, മാതാവിൻ്റെ മൂക്കിൽ നിന്ന് വന്ന് ചോര വന്ന്, കണ്ണിൽ നിന്ന് ചോര വന്ന്, തേൻ വന്ന്, വെള്ളം വന്ന്, എണ്ണ വന്ന്. എന്ത് കഷ്ടമാണെന്നറിയാവോ? ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇതിന് അടിമകളാകരുത്. ക്രിസ്ത്യാനികൾ ഒരിക്കലും ഇതിൻ്റെ പുറകെ പോകരുത്. യേശുക്രിസ്തു പാവം നമുക്ക് വേണ്ടിയിട്ടാണ് ജീവൻ ബലിയർപ്പിച്ചത് ഇല്ലേ? ആ പാവത്തിന് ഓർത്ത് അതിനെ പ്രസവിച്ച അമ്മ, ആ അമ്മയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരാളുണ്ട്. അതിനാണ് നമ്മൾ മൂലക്കെത്തിയാണ് യോസേപ്പിതാവിന്. ഒരു ചെറുപ്പക്കാരൻ മാതാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ തന്നെ ഈ ചെറുപ്പക്കാരനും മറിയം മേരിയായിട്ട് വിവാഹ നിശ്ചയം നടന്നതാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മരിക്കുന്നത് വരെ ആ യോസേപ്പിതാവ് ആ ഒരു സ്ത്രീയെ അനുഭവിച്ചോ? മാതാവ് ഭാര്യയാണ്, പരിശുദ്ധമ്മ മറിയം യോസേപ്പിതാവിൻ്റെ ഭാര്യയാണ്, ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് എത്ര ത്യാഗം ചെയ്തിട്ടാണെന്ന് നോക്കി. അതുപോലെ തന്നെ ഞാൻ വരുന്നുണ്ട്, ഞാനൊരു ദിവസം മാതാവിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഇതിനകത്ത് സമയം ഒരുപാടായതുകൊണ്ടും നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാനത് അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.